പ്രതീക്ഷിക്കാം. ജി ബി ഹരി, ഇവിടെ ഇന്നിപ്പോൾ മനീഷ് തിവാരിയുടെ ഒരു ട്വീറ്റാണ്. അത് ഈ പ്രാചീന കാലത്തെ ഗാലി അടിമകളെ പോലെ കൈകാലുകൾ ബന്ധിക്കുന്നെങ്കിൽ അതിൽ കൂടുതൽ നാണക്കേട് എന്ത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കോൺഗ്രസിന്റെ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണങ്ങളിൽ ഒന്ന് അതാണ്. അവിടെ നമുക്കറിയാം, അമേരിക്കയുടെ നയം അറിയാം, ട്രംപ് ആരാണെന്നറിയാം, പഴയ പ്രസിഡന്റുമാരെ പോലെയുള്ള അദ്ദേഹത്തെ മയപ്പെടുത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അദ്ദേഹം നേരത്തെ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. അപ്പോൾ അതിനെ ആ തരത്തിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ ആ ജനതയോട് പറഞ്ഞ വാക്ക് പാലിക്കുകയും വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകാനും ആ ഭരണാധികാരിക്ക് സാധിക്കൂ. ആ നിലപാടിനെ മാറ്റുന്നതിൽ ഇന്ത്യക്ക് പരിമിതിയുണ്ട്, അത് വളരെ വ്യക്തമാണ്. മറ്റു പല കാര്യങ്ങളിലും ആശയപരമായി പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും യോജിപ്പുണ്ടാകുമ്പോഴും ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നയമെടുത്തതിനെ ഒരുപക്ഷെ അതുകൊണ്ടാകാം കേന്ദ്ര സർക്കാർ അത്ര ഗൗരവമായി കാണാതിരുന്നത്. രഞ്ജിത്ത്, എനിക്ക് കുറച്ച് സമയം തരണം. ഞാൻ ഷാവു പ്രസാദ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ജോസഫ് സാറ് പറയുന്നതും കേട്ടു. ആധുനിക രാഷ്ട്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഒരു 4-5 ഏറ്റവും പ്രധാനപ്പെട്ടത് ജനസംഖ്യയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനം അവരുടെ റിസോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ജനസംഖ്യയാണ്. 2 നാണക്കേടുകളാണ്. നാണക്കേടിനെ കുറിച്ച് ഷാവു പ്രസാദിൻ്റെ പ്രശ്നമല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം പറയുന്നത് അവരാണ് നമുക്ക് നാണക്കേട് എന്നുള്ള ലൈനാണ്. അത് BJP ഒരു സ്വാഭാവികമായ ലൈനാണ്. ഈ രാജ്യത്തെ ജനങ്ങളൊക്കെ നാണക്കേടാണെന്നുള്ള ലൈനാണ് അവർ സ്വീകരിച്ചു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എന്തുകൊണ്ട് അമേരിക്ക പോലുള്ള, നമ്മൾ 5ാം സ്ഥാനത്താണെന്ന് ഇവിടെ ജോസഫ് സാർ പറയും, 198 രാജ്യങ്ങളിൽ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പോഴും ആളുകൾ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ബ്രെയിൻ ഡ്രെയിൻ എന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ബ്രെയിൻ ഡ്രെയിൻ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെയും ലീഗലായി തന്നെ പല മിടുക്കന്മാരും ഇവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം രാജ്യത്തിൻ്റെ പല ഘടകങ്ങൾ, സാമ്പത്തികം മാത്രമല്ലല്ലോ ഒരു രാജ്യത്ത് ജീവിക്കാൻ, സാമൂഹ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിലവിൽ രാജ്യത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ വ്യവസ്ഥകൾ അത്ര ശുഭകരമല്ല എന്നൊരു തോന്നൽ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗവേഷണം നടത്തിയിട്ടുള്ളത് യൂത്ത് എംപവർമെൻറ്റിലാണ്. അപ്പോൾ എൻ്റെ വിഷയം യുവജന ശാക്തീകരണമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ യുവജന ശാക്തീകരണത്തിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള യുവജനങ്ങൾ പലപ്പോഴും പറഞ്ഞത് ഇന്ത്യയിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത്, അതിപ്പോൾ അമേരിക്ക തന്നെ ഒന്നുമല്ല, വേറെയും ഒരുപാട്. നമുക്കറിയാവുന്ന പോലെ കേരളം ഏറ്റവും നല്ല എക്സാമ്പിൾ. നമ്മുടെ ആളുകൾ നല്ലൊരു ശതമാനവും നമുക്കറിയാവുന്ന പോലെ അറേബ്യൻ രാജ്യങ്ങളിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് കൂടുതൽ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറുപ്പക്കാർ നമ്മളെ വിട്ടുപോകുന്നത് നമുക്ക് നാണക്കേടാണ്. രണ്ടാമത്, ഈ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്നത് രാജ്യത്ത് ഈ ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ലോകം ഉണ്ടായ കാലം മുതൽ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന ഒരു കുറ്റവാളികളല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഈ 3 വിമാനങ്ങൾ വരുമ്പോഴും നമ്മൾ കാണുന്നത് നേരത്തെ ഇവിടെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കൈയിലും കാലിലുമൊക്കെ വിലങ്ങിട്ട് ചങ്ങലയിട്ട്, നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ 43 മണിക്കൂർ 42 മണിക്കൂറുകൾ ഒരു പ്രത്യേകിച്ച് നമുക്കറിയാം ഇങ്ങനെയുള്ള വിമാനങ്ങൾ കടന്നു വരുന്ന ആളുകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റവാളികളെ പോലും ഇത്തരത്തിൽ കൊണ്ടുപോകുന്നൊരു സാധ്യത ഇപ്പോഴില്ല. അതൊക്കെ നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അറിയണമെന്നുണ്ടെങ്കിൽ രഞ്ജിത്ത് നമ്മുടെ തിരുവനന്തപുരത്തെ പൂജപ്പുര ജയിലിൽ ചെന്നാൽ മതി. നല്ല മെനുവാണ്, ഗംഭീരം മെനുവാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോലും ഈ സാഹചര്യം ഇല്ലാത്തപ്പോഴാണ് അമേരിക്കയുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് ഒരു ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ എന്നെക്കാളും ഈ കാര്യങ്ങൾ ജോസഫ് സാർ അറിയാമായിരിക്കാം, അതൊരു ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട് ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള നിയമങ്ങൾ ഈ കാര്യത്തിലുണ്ട്. ആഗോളതലത്തിലുള്ള നിയമങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ബാധകമാക്കാൻ രാജ്യത്തിൻ്റെ സർക്കാരിന് അല്ല. അതാണ് സാർ എക്സാമ്പിൾ പറഞ്ഞത്, ബെസ്റ്റ് എക്സാമ്പിളാണ്. കംബോഡിയയുടെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് അദ്ദേഹം പറഞ്ഞത്. സാർ, അങ്ങനെ ഒരു ചെറിയ രാജ്യത്തിന് പോലും ഇവിടെ ഇറക്കിയാൽ നിന്നെയൊക്കെ വെടിവെച്ച് താഴെ ഇടും എന്നൊരു ലൈൻ എടുക്കാൻ, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിച്ചവരെ കൊണ്ടുപോയല്ലോ. അപ്പോൾ അത് പറയാൻ നട്ടല്ലില്ലാത്ത ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവും ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഞാൻ ഇതിനകത്ത് യോജിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ്, ഇപ്പോൾ ഇവരൊക്കെ ഷാവു പ്രസാദ് അടക്കമുള്ള ആളുകളൊക്കെ പറയാറുണ്ട് മൗനി ബാബ എന്നൊക്കെ പറയുന്നുണ്ട്. BJP-കാരാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴുള്ള വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ അടക്കമുള്ള ആളുകൾ അന്ന് ഇതിൻ്റെ ഭാഗമായി, അതായത് ഉദ്യോഗസ്ഥന്മാരും, അന്ന് നമുക്കറിയാവുന്ന പോലെ ഒരു ഡിപ്ലോമാറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ കേസുണ്ടായി, അവരെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും അവരെ അവിടെ കൊണ്ടുപോയി വളരെ സുരക്ഷിതമായി അവിടെ നിന്ന് അമേരിക്കയും തിരിച്ചിവിടെ കൊണ്ടുവന്നത് ഈ ജയശങ്കർ അടക്കമുള്ള ആളുകൾ. അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെറ്റ് മീ കംപ്ലീറ്റ് അറേഞ്ച്. എനിക്കത് നല്ല ബോധ്യമുണ്ടല്ലോ, ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. ഇതിനകത്ത് യോജിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞോളൂ. പക്ഷേ എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അന്ന് ഇതിന് നേതൃത്വം കൊടുത്ത അതേ ജയശങ്കർ ഇന്ന് എന്താണ്, അന്ന് ഉദ്യോഗസ്ഥനാണെങ്കിൽ അന്ന് അദ്ദേഹം ഇന്നിപ്പം മന്ത്രിയാണ്. അതായത് രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് എല്ലാ മാൻഡേറ്റും കൊടുത്തിട്ടുണ്ട്, അധികാരവും കൊടുത്തിട്ടുണ്ട്, പവറും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് നടക്കുന്നില്ല? അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾ വ്യത്യാസമുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ല എൻ്റെ മുകളിൽ ഇപ്പോൾ ഇരിക്കുന്നത്, നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഈ വ്യത്യാസം സ്വാഭാവികമായി പ്രതിഫലിക്കും, രാജ്യത്തിൻ്റെ നയങ്ങളിൽ പ്രതിഫലിക്കും, രാജ്യത്തിൻ്റെ ഇടപെടലിൽ പ്രതിഫലിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പറഞ്ഞത്
ഒരു കുറ്റവാളികളെ ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തൊരു ഇങ്ങനൊരു കാര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണം? അപ്പം നമുക്കറിയാം, ഇവിടെ കൊല്ലത്ത് ചെന്നാൽ ഇവിടെ ഇത്തരത്തിൽ കേരളത്തിൽ അത്തരം നമുക്ക് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിനെ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഡിറ്റൻഷൻ ഹൗസസ് ഉണ്ട്, ഇല്ലേ? നമ്മളവിടെ നിർമ്മിച്ചിട്ടുണ്ട്, വളരെ വലിയ ഹൗസിന് വലിയ നിങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള ഡിറ്റൻഷൻ ഹൗസിൽ അവരെ താമസിപ്പിക്കുക. ആ താമസിപ്പിച്ചതിന് ശേഷം അത് ആരാണോ പാരന്റ് കൺട്രി, ആ പാരന്റ് കൺട്രിയിൽ ഈ കാര്യങ്ങൾ അറിയിക്കുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ തമ്മിൽ ഒരു ഒരു ഉഭയകക്ഷി ചർച്ച നടത്തുക. അത് കഴിഞ്ഞിട്ട് ആ നമുക്കുള്ള എവിടെയാണ് നയതന്ത്ര പരാജയം എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം. അപ്പോൾ ആ നയതന്ത്രം എന്താണ്? അപ്പോൾ അവർക്ക് ഇതൊന്നും വാലിഡിറ്റി ഇല്ല. ഷാബു പ്രസാദിന്റെ വാക്കുകളിൽ പോലും അത് നിഴലിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞ യവന്മാരൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്നാണ്. ഈ ലൈൻ സ്വീകരിച്ചുകൊണ്ടാണ് BJP സർക്കാർ കേന്ദ്രത്തിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് വലതുപക്ഷ നിരീക്ഷകന്റെ ആ വാക്കുകളിൽ അത് നിഴലിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പുച്ഛം നിഴലിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഞങ്ങൾ കാണുന്നത് അങ്ങനെയല്ല. ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്ത് നിന്ന് വളർന്ന് പഠിച്ച ആളുകളൊക്കെയാണ് അവർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ രഞ്ജിത്തും ചോദിച്ചു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും ട്രംപാണ് അവിടുത്തെ പ്രസിഡന്റുമെങ്കിൽ മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ ട്രംപ് കേൾക്കുമെന്നാണ്. 100%. അതിനെന്താ സംശയം? അത് എങ്ങനെ അറിയോ? ഈ ബായി ബന്ധത്തിലല്ല. ഇവിടെ ചേട്ടനും ബാബ അനിയനും ബാബ എന്ന ലൈനിലാണല്ലോ അവർ പറയുന്നത്. ഞങ്ങളതല്ല പറയുന്നത്. ആസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ആസ് എ പ്രസിഡന്റ് ഓഫ് അമേരിക്ക, അതിനകത്ത് രാജ്യത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്. അത് മാത്രമല്ല നിയമങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്ത് കോടതികളുണ്ട്. ലോക കോടതി എന്ന് പറഞ്ഞ സാധനമുണ്ട്, മനസ്സിലായില്ലേ? അത് നമുക്ക് ഇവിടെ മാത്രമല്ല, സുപ്രീം കോടതി ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ലോകത്തിന് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള വലിയ ഇന്റർനാഷണൽ പോലീസ് തന്നെ ഉണ്ട്, ഇല്ലേ? ഇന്റർപോൾ എന്ന് പറയുന്ന സാധനം എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ ലീഗലായി അതിനെ നീക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ നയതന്ത്രം അത്രയും ശക്തിപ്പെടണം. അതിനെന്താണ്? അതിന് ഇച്ഛാശക്തിയുള്ള നേതൃത്വം ഉണ്ടാവണം. ആ ഇച്ഛാശക്തിയാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെങ്കിൽ കേൾക്കുമെന്ന് പറയുന്നത്. കാരണം അത് വർത്താനം പറയുന്നിടത്തല്ല, 56 ഇഞ്ച് തുറന്നു കാണിക്കുന്നിടത്തല്ല ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ആളുകളോടുള്ള നയതന്ത്രമാണ്, ഇടപെടലുകളാണ്, കൃത്യമായിട്ടുള്ള ഡിപ്ലോമസി എന്ന വാക്കാണ് അതിനകത്ത്. ശരി ശരി ഷൈബു മഠത്തിൽ ഇവിടെ ഈ 56 ഇഞ്ച്